ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ഇന്നലെ മൂന്നാറിൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കാറും തടഞ്ഞിട്ട് മർദ്ദിച്ച സംഭവം. പലരും അത് കണ്ടു കാണും, എന്നാൽ കാണാത്ത പലരും ഉണ്ടാവും. അപ്പൊ എന്താണ് സംഭവം? കല്യാണമൊക്കെ കഴിഞ്ഞ് വരന്റെയും വധുവിന്റെയും വണ്ടിയുടെ പിന്നാലെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ വണ്ടി ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴാണ് ഒരു പറ്റം ആളുകൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത്. നോക്കുമ്പോൾ അത് വധുവിന്റെ കൂട്ടുകാർ തന്നെയാണ്. ഫോട്ടോഗ്രാഫേഴ്സിന്റെ വണ്ടിയിൽ മുൻസീറ്റിൽ ഇരുന്ന ഒരാളെയാണ് ഇവർ കയറി മർദ്ദിക്കുന്നത്. അത് പിൻസീറ്റിൽ ഇരുന്ന മറ്റൊരു ഫോട്ടോഗ്രാഫർ എന്താക്കി വീഡിയോ ആക്കി പകർത്തി. അതാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറിയത്. നമുക്ക് എന്തായാലും അതിലെ ചെറിയൊരു ദൃശ്യം കണ്ടോക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇവര് ഇടിച്ച് പരപ്പാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ 2 മിനിറ്റോളം ഉണ്ട് ഫുട്ടേജ്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ ചാനൽ ഈ വീഡിയോ കാണത്തില്ല. കാരണം അത്രയും ബ്രൂട്ടൽ ആയിട്ടാണ് ഇവനെ തല്ലുന്നത്. കാറിന് പുറത്തേക്ക് ഇവന്റെ കൈയൊക്കെ പിടിച്ച് വലിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ട്. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു തല്ലലാണത്. ഇതിപ്പോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ യൂട്യൂബ് എനിക്ക് സ്ട്രൈക്ക് അടിച്ച് അങ്ങ് കൈമ തരും. കാരണം ഇത്തരം വീഡിയോസ് യൂട്യൂബിൽ ഇടാൻ പാടില്ലാത്തതാണ്. എന്തായാലും ആ അടി കൊണ്ട് ഫോട്ടോഗ്രാഫർ മൂക്കിന്റെ പാലൊക്കെ പൊട്ടി മൂത്തുനിന്ന് നല്ല ചോരൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്നുള്ളതാണ്. പക്ഷെ ഇത് വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഈ വീഡിയോ പകർത്തിയ ആൾക്ക് തന്നെയാണ്, പിൻസീറ്റിൽ ഇരുന്നുകൊണ്ട്. ആളുകൾ അപ്പോഴും കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ കൂടെ ജോലി ചെയ്ത ഒരാൾ ഒരു സംഘം ചേർന്ന ആൾക്കാരെ മർദ്ദിക്കുമ്പോൾ എങ്ങനെ അത് വീഡിയോ പകർത്തിയിരിക്കാൻ തോന്നി എന്നുള്ളതാണ്. അത് ആർക്കാരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ തോന്നിപ്പോകും. ആ ചോദിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴത്തെ ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 10-15 തടിമാടന്മാർ ഈ 3 ആൾക്കാർ തല്ലാൻ വരാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ചിലപ്പോൾ എതിർക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ആ ചങ്ങായി വീഡിയോ ഷൂട്ട് ചെയ്തതിനെ കൊണ്ട് എന്തായി, ഈ ക്രൂരത പുറം ലോകം അറിഞ്ഞു അല്ലേ? ഇല്ലായിരുന്നെങ്കിൽ അതും കൂടെ അറിയില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് വീഡിയോ പകർത്തിയത് പ്രയോജനമായെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും തുടക്കത്തിൽ ഈ വീഡിയോ പ്രചരിച്ചപ്പോൾ ആളുകൾക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടില്ലായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. ഈ വന്ന് തല്ലിയത് വധുവിന്റെ വീട്ടിലെ ഗുണ്ടകളാണെന്നും അതുപോലെ തന്നെ തല്ലുകൊണ്ടത് ഫോട്ടോഗ്രാഫേഴ്സിനാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് വലിയ ഇൻഫർമേഷൻസ് ഒന്നും ആദ്യം ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ എല്ലാവരും ആദ്യം കരുതിയത് എന്താണ്, ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കാൻ പോയ സമയത്ത് വധുവിന്റെ വീട്ടിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായിട്ടും മറ്റും പെരുമാറി കാണും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ സൈറ്റ് അടിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പിന്നാലെ നടന്ന് തല്ലിയത് എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾ തന്നെ ഇതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ നൽകി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും പുള്ളിക്കാരന് പറയാനുള്ള വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ എന്താണ് പ്രശ്നം എന്ന് ഒരുപാട് ആൾക്കാർ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായത് എന്നുള്ള ആൾക്കാർ ചോദിച്ചായിരുന്നു. സംഭവം ഉണ്ടായത്, ഞങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ ജെറി എന്നാണ് പേര്. അദ്ദേഹം ഇന്നലെ മൂന്നാർ ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമിൽ ആ ക്ലയന്റ് നശിപ്പിച്ച് അലമ്പാക്കിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ഇവരോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നി. ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു. പക്ഷെ ആ മാനേജറിനെ അവർ മാറ്റി നിർത്തി തല്ലുകയുണ്ടായിരുന്നു. ഈ തല്ലുകൊണ്ട് പയ്യൻ പേടികൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോടും വീഡിയോഗ്രാഫേഴ്സിനോട് പറഞ്ഞില്ല. എന്നിട്ട് ഈ ഷൂട്ട് നടക്കണമല്ലോ, അപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ അവർ ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യനാണെങ്കിലും ഹെർണിയുടെ ഒക്കെ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ്. ആ പയ്യന് ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലയന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കൻ്റെ പെണ്ണിന്റെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ, ഒരു വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചേസ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച വീഡിയോ ആണ് അത് കാണുന്നത്. നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതേ തലേദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഈ തല്ലുണ്ടാക്കുന്ന സമയത്തും മറ്റും വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മൂന്നാർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. മൂക്കിന്റെ പാലും ഒടിഞ്ഞിട്ടുണ്ട്, കൈ ട്വിസ്റ്റഡ് ആണ്. ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വർക്കൊക്കെ എടുക്കേണ്ട ആളാണ്. അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച് ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഇത് മീഡിയ എല്ലാവരും ഇത് മീഡിയനെ അഡ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ. ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളുടെ ദിവസം അത്ര നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും
കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യാം, പറ്റാവുന്നത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ടും എത്തിക്കുക. താങ്ക് യു. ഓക്കെ, അപ്പൊ അതാണ് പുള്ളിക്കാരൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഫോട്ടോഗ്രാഫേഴ്സിന് വധുവിന്റെ വീട്ടുകാരെ റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്ത റൂമിൽ ഇവർ താമസിക്കാൻ വേണ്ടി രാത്രി ചെന്ന സമയത്ത് കാണുന്ന എന്താണ്, മുറി അലങ്കോലായി കിടക്കുന്നതാണ്. അത് ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിൽ പെട്ട മാനേജർ വധുവിന്റെ 1-2 സുഹൃത്തുക്കളോട് പോയി പറഞ്ഞു. ഈ പറഞ്ഞവർക്ക് അതങ്ങ് തീരെ പിടിച്ചില്ല. അവര് മദ്യലഹരിയിലായിരുന്നു, 2 അങ്ങ് കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. ഇത് ഈ അടി കൊണ്ട ഫോട്ടോഗ്രാഫർ മാനേജർ എന്താക്കി, കുറച്ച് കഴിഞ്ഞപ്പോൾ വധുവിനോടും സുഹൃത്തുക്കളോടും ഈ അടി കൊണ്ട കാര്യം പറഞ്ഞു. അത് ഈ അടിച്ച ആൾക്കാർ എങ്ങനെയോ അറിഞ്ഞ് അവരെന്താക്കി, കല്യാണം കഴിഞ്ഞ് വധുവിന്റെ വീട്ടിലേക്ക് ഫോട്ടോഗ്രാഫേഴ്സ് പോകുന്നതിന്റെ അടുക്ക് വണ്ടി തടഞ്ഞ് അങ്ങ് ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെയുടെ എക്സ്പ്ലനേഷൻ അല്ലേ. ഇതിന്റെ പൂർണ്ണ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഇതിപ്പോ പ്രശ്നത്തിന് ഒരു വശം മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ കാണിച്ചത് ഗുണ്ടായിസാണ്. ഇത്രയും ചെറിയ വിഷയത്തിൽ ഇങ്ങനെ ഒരാൾ പിടിച്ച് ഉപദ്രവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്തായാലും തല്ലി കിട്ടിയുടനെ തന്നെ ഈ തല്ലി കിട്ടിയ ഫോട്ടോഗ്രാഫർ എന്താക്കി, നേരെ 3-4 പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അങ്ങനെ അടി കിട്ടിയവന് പരാതി കൊടുത്തെന്ന് കണ്ടപ്പോ അടി കൊടുത്ത വധുവിന്റെ വീട്ടുകാരെന്താക്കി, തിരിച്ചൊരു പരാതി അങ്ങോട്ട് കൊടുത്തു. എന്താണ് ആ പരാതി? കല്യാണ വീട്ടിൽ ഫോട്ടോഗ്രാഫർ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളത്. 24 ന്യൂസിൽ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം. മുറി ഈ വിവാഹം വധുവിന്റെ ആളുകൾ അറേഞ്ച് ചെയ്തിരുന്നു. ഈ മുറിയിൽ മറ്റു ചിലർ, ഈ വധുവിന്റെ ബന്ധുക്കളടക്കം വരുന്ന മദ്യപിക്കുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത് ചോദ്യം ചെയ്തിരുന്ന ഇവർ ഇത് ചില അസൗകര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അറിയിച്ചിരുന്നു. ഓക്കെ, ഇവിടെ ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട് അല്ലേ. ഇവിടെ 24 ന്യൂസുകാർ പറഞ്ഞെന്താണ്, ഫോട്ടോഗ്രാഫേഴ്സിൽ അറേഞ്ച് ചെയ്ത റൂമിലിരുന്ന് വധുവിന്റെ വീട്ടുകാർ മദ്യപിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് തല്ലിയത് എന്നുള്ളതാണ് അല്ലേ. പക്ഷെ നേരത്തെ ലൈവിൽ വന്ന് പറഞ്ഞ ആൾ പറഞ്ഞെന്താണ്, റൂം അലങ്കോലാക്കിയിട്ട് അത് പറയാൻ പോയതിനാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് അല്ലെ. രണ്ടും രണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ ചെറിയൊരു മിസ്ഇൻഫർമേഷനെ കുറിച്ച് സംഭവിച്ചതായിരിക്കും. ഇനി ബാക്കി കേട്ടോക്കാം. ഇതിന് പിന്നാലെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വധുവിന്റെ ബന്ധുക്കൾ ഇവർ തിരിച്ചു പോരുന്ന വഴി കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത്. ഇതേ തുടർന്ന് ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ നിതിൻ ജെറിൻ എന്നിവർക്കാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റത്. ജെറിന്റെ മൂക്കിന് ആണ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും വധുവിന്റെ വീട്ടുകാർ സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. പക്ഷെ അവിടെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്ന അതേ സമയം തന്നെ വധു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള വധുവിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ പ്രശ്നം ഇതില് ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. അത് അവര് തമ്മിലുള്ള എന്തോ പ്രശ്നത്തിലാണ് അവരടിയുണ്ടായത്. അതെ, പുള്ളിക്കാരൻ എന്നോടൊന്നും പെരുമാറിയിട്ടില്ല. ഞാൻ ഈ പിക്ചറിലേ ഇല്ല. നമ്മൾ ഇതിലില്ല, കണ്ടാ മതി എന്ന് പറഞ്ഞ മതിരായി പോയില്ലേ വധുവിന്റെ പ്രതികരണം. എന്തായാലും ഫോട്ടോഗ്രാഫർ മിസ്ബിഹേവ് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ, നല്ല കാര്യം. മറ്റാളെ നൈസായിട്ട് മറ്റുള്ളവരെ തലയിട്ട് ഒഴിയാൻ ശ്രമിക്കുകയാണ് അല്ലെ. എനിക്ക് ഈ വധുവിനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിളിച്ച് ജോലിക്ക് വന്ന ആൾക്കാരാണ് അല്ലെ. ഈ തല്ലിയ ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെ അവരെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്തിനു തല്ലി എന്നുള്ളതിന്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം വധുവിനുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും മറ്റുള്ളവരെ തലയിട്ട് ഒഴിഞ്ഞു പോകാൻ വരട്ടെ. ഇതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ താങ്കൾ തന്നെ നൽകണം. എന്താണ് അവർക്കിടയിലുള്ള പ്രശ്നം, ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത്. അതല്ലാതെ തടി ഊരാമെന്നൊന്നും കരുതണ്ട. കൺമുന്നിൽ ഒരു സംഭവം നടന്നിട്ട് ഞാനൊന്നും കണ്ടില്ല എന്നും പറഞ്ഞ് കണ്ണുപൊത്തി നടക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നമ്മളിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വശം കേട്ട് കഴിഞ്ഞു, വധുവിന്റെ പ്രതികരണവും കേട്ടു. തല്ലിയ ആൾക്കാർ ഇതുവരെ ഇതിന് വേണ്ട എക്സ്പ്ലനേഷൻ ഒന്നും നൽകിയിട്ടില്ല. ഇതുവരെ കേട്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഈ തല്ലിയ വധുവിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നുള്ളതാണ്. ബാക്കി നമുക്ക് വരും ദിവസങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയാം. ഞാൻ ആലോചിക്കണതല്ല, മദ്യം തലക്ക് പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ ഈ കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ ശരിയാണെങ്കിൽ ഇവിടെ നിങ്ങളൊന്ന് നോക്കി, ചെറിയൊരു കാര്യത്തിന്റെ പേരിലാണ് പിടിച്ച് തല്ലിയത്. മദ്യം അടിച്ച് കയറ്റിയിട്ട് അങ്ങ് കിക്കടിച്ചിട്ട് അങ്ങ് തല്ലിയതായിരിക്കും. അതല്ലാതെ ഇത്രയും ചെറിയ കാര്യത്തിനൊന്നും ആരെങ്കിലും തല്ലോ. ഇന്ന് സിമിലർ ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന യുവതി സുഹൃത്തിനൊപ്പം കാറിൽ സഞ്ചരിക്കവേ മുന്നിലുള്ള സ്കൂട്ടറിനെ ഇടിച്ച് തെറിപ്പിച്ച് കൊന്ന സംഭവം, അതിന് ചേച്ചപ്പോ അതും. എല്ലാറ്റിനും പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് മദ്യപാനാണ്. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ഓരോരോ പൊല്ലാപ്പുകളെ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം.